ഹായ് ഗൈസ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നാഗേന്ദ്രൻ്റെ അടുത്ത് വരെ എത്തിയിരിക്കുകയാണ് നമ്മുടെ ആദർശ് അല്ലേ. ഇനിയിപ്പോൾ നാഗേന്ദ്രനെ പിടിച്ച് 4 പൂശുന്ന ഒരു പ്രൊമോ കൂടി നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എപ്പോഴും ഇതൊക്കെ തന്നെ പറയുന്നതെന്ന് ചോദിക്കും. ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ ഇതൊക്കെയാണ് വരുന്നത് കേട്ടോ. നമ്മൾ സീരിയൽ എപ്പിസോഡ് കാണുമ്പം കുറച്ച് ലാഗൊക്കെ അടിച്ചു പോകും. ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ കാര്യമായിട്ടൊന്നും തന്നെ നമുക്ക് കാണിച്ചിട്ടില്ല. ആനിയെയും അങ്ങനെയുള്ള കാര്യങ്ങളും നന്ദുവുമായിട്ടുള്ള ആ ഒരു പ്രശ്നവും അതൊക്കെ മാത്രം കുറച്ചൊന്ന് കാണിക്കുകയേ ചെയ്തിട്ടുള്ളൂ. വലുതായിട്ടൊരു ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങളൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് അത് വിചാരിച്ച് ആരും പരിഭവം ഒന്നും കാണിക്കില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ വരാൻ പോകുന്ന എപ്പിസോഡ് വിശേഷത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. നമ്മുടെ നാഗേന്ദ്രനെ മുത്തശ്ശൻ തൂക്കിയെടുത്തെറിയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആബിയുടെ കള്ളത്തരം കണ്ടെത്തുകയാണ് കേട്ടോ. ആബി കൂടെ നിന്ന് ചതിക്കുകയായിരുന്നെന്നും നാഗേന്ദ്രൻ അച്ഛനാണെന്ന് ആബിക്ക് അറിയായിരുന്നു എന്നുള്ള കാര്യം അറിയുമ്പോൾ ആബിയെ അനന്തപുരിയിൽ നിന്ന് മുത്തശ്ശൻ തൂക്കിയെടുത്ത് വെളിയിലിടുന്ന ഒരു വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് എങ്ങനെയാണ് നമ്മളെ ഒന്ന് 100Kയിലേക്കൊക്കെ ഒന്ന് എത്തിക്കണേ. നമുക്കപ്പോൾ കഥയിലേക്ക് പോകാം. അങ്ങനെ ആദർശും നയനയും കൂടെ സംസാരിക്കുകയാണ്. അപ്പം നയന പറയുന്നുണ്ട് ആദർശിനോട്, ആദർശേട്ടാ, നന്ദുവിൻ്റെ അനിയുടെയും കാര്യത്തിൽ ആകെ ഒരു വിഷമത്തിലാണ്. ഇപ്പോഴും കണ്ടില്ലേ, അനിയുടെ മനസ്സിൽ നന്ദുവാണ് ഉള്ളത്. നന്ദുവിനും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ ഇതിനൊക്കെ എതിര് നിൽക്കുന്നത് തെറ്റല്ലേ ആദർശേട്ടാ? ഒരു കണക്കിന് നോക്കി അത് തെറ്റായിട്ട് തോന്നും. പക്ഷേ വീട്ടുകാരുടെ ഭാഗത്ത് നോക്കി അത് ശരിയായിട്ടും തോന്നും. അവരെ സഹായിക്കണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല എന്ന് പറയാം. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, ശരിയാ, എന്ത് ചെയ്യാനാ, അവിടെ നിൻ്റെ അച്ഛനും അമ്മയും ഒരു വിധത്തിലും ഇതിന് സമ്മതിക്കില്ല. അതുപോലെ വീട്ടിലാണെങ്കിലും ഇളയമ്മയും അതുപോലെ മുത്തശ്ശന് പോലും താല്പര്യമില്ല. അതുതന്നെയല്ല ഇപ്പം അവന്തികയും അനിയും തമ്മിലുള്ള വിവാഹം ഓർപ്പിച്ചു കൂടി വച്ചിരിക്കുക. അങ്ങനെയുള്ളപ്പോൾ നമ്മളതിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാനാ? അവർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതല്ലേ. ഒരു സമയത്ത് ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്തതാണ്. അന്ന് ആ അനാമികയുമായിട്ടുള്ള വിവാഹം നടക്കുന്നതിന് മുമ്പ് ഞാൻ അവനോട് പറഞ്ഞതാണ്, അത് വേണ്ട, അനാമികയുമായിട്ടുള്ള വിവാഹം നടക്കണ്ട, നന്ദുവുമായിട്ടുള്ള വിവാഹം നടത്തി തരാമെന്ന്. പക്ഷേ ആ സമയത്ത് അത് സാധിച്ചില്ല. അതിങ്ങനായി. ഇനിയിപ്പം നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയില്ലേ എന്ന് പറയാം. അപ്പം നയനയും പറയുന്നുണ്ട്, ശരി ആദർശേട്ടാ, അങ്ങനെ ആയിപ്പോയി, ഇനി എന്താ ചെയ്യാന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും കൺഗ്രാജുലേഷൻസ്, ഇന്നത്തെ ഈ ഒരു നല്ല ഒരു ദിവസം ഇനി നമുക്ക് ഇതൊന്നും പറഞ്ഞ് ചീത്തയാക്കണ്ടെന്ന് പറയുക കേട്ടോ. അപ്പം നയനയും പറയുന്നുണ്ട്, ആ ജ്വല്ലറിക്ക് മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റിയത് വലിയ കാര്യം തന്നെയാണ്. അഭിയുണ്ടല്ലോ, അവൻ്റെ മോൻ കാണണമായിരുന്നു എന്ന് പറയാം. പിന്നെ നവീച്ചി ഉണ്ടായിരുന്നു. നവീച്ചയുടെ മുഖത്ത് വലിയ ഭാവവ്യത്യാസങ്ങളൊന്നും കണ്ടില്ല. സാധാരണഗതിയിൽ വെല്ലുവിളിക്കുകയും മാറി നിൽക്കുകയൊക്കെ ചെയ്യുന്ന, പക്ഷെ നവ്യേച്ചിക്കും എന്തോ ഒരു മാറ്റം പോലൊക്കെ തോന്നുന്നുണ്ട് ആദർശേട്ടാന്ന് പറയാം. അപ്പം ആദർശ് പറയാം, ആ നവ്യെ വിശ്വസിക്കാനൊന്നും പറ്റില്ല, അവൾ കൂടെ നിന്ന് ചതിക്കുന്നവളാ. അവളോട് എത്ര പ്രാവശ്യം നമ്മളെല്ലാവരും പറഞ്ഞതാ അബിയുടെ കാര്യങ്ങൾ, അനഘയും ചന്തുമോളുടെയും വിവരം അവൾ അറിഞ്ഞതല്ലേ. എന്നിട്ടും അവൾ അത് വിശ്വസിക്കാനായിട്ട് കൂട്ടാക്കിയില്ല. ഒരു DNA ടെസ്റ്റെങ്കിലും നടത്തി അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ എന്തുകൊണ്ടാണ് നവ്യ ശ്രമിക്കാതിരുന്നതെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും നല്ല വ്യക്തതയുള്ളവളായിരുന്നു നവ്യ. പക്ഷേ ഈ കാര്യത്തിൽ മാത്രം നവ്യയ്ക്ക് തെറ്റുപറ്റി. പിന്നെ അവളുടെ യോഗം അതായിരിക്കും. അവൾക്ക് അത് അനുഭവിക്കാനുള്ള യോഗമേ ഉണ്ടാവുള്ളൂ എന്ന് ആദർശ് പറയുക. അപ്പം നയന പറയുന്നുണ്ട്, അല്ല നവ്യേച്ചി ഇങ്ങനെ പറ്റിക്കപ്പെടുന്ന കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ എന്തെങ്കിലും നവ്യേച്ചി സത്യങ്ങളെല്ലാം അറിയായിരിക്കും. അന്നൊരു പൊട്ടിത്തെറി ഉണ്ടാവാതിരുന്നാൽ മാത്രം മതിയായിരുന്നു എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയാം, അഭിയുണ്ടല്ലോ, അവൻ ശരിക്കും നമ്മുടെ കുടുംബത്തെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ജ്വല്ലറിയിൽ എത്തി നിൽക്കുകയാണ്. അവൻ്റെ അച്ഛൻ നാഗേന്ദ്രനാണ് ജ്വല്ലറിയുടെ MD എന്നുള്ള കാര്യം അവനറിയാം. ജ്വല്ലറിക്ക് പിന്നിൽ നാഗേന്ദ്രൻ തന്നെയാണെന്നുള്ള കാര്യം അഭിക്ക് അറിയാമായിരിക്കും. അവനും അച്ഛൻ്റെ ഒപ്പം നിൽക്കുകയാണ്. കോടീശ്വരനായ അച്ഛനല്ലേ, അതുകൊണ്ട് പണം ഉള്ളിടത്തേക്ക് അവൻ ചായുള്ളൂ. അവൻ അച്ഛനുമായിട്ട് ചേർന്ന് അനന്തപുരിയിലുള്ളവരെ പറ്റിക്കുകയാണ്. മുത്തശ്ശന് ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശനിത് താങ്ങാനൊന്നും പറ്റില്ല. അബിയെ അവിടുന്ന് തൂക്കിയെടുത്ത് മുത്തശ്ശൻ പുറത്തിടുക തന്നെ ചെയ്യുമെന്ന് പറയുകയാണേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ അവന്തികയെ മാളവികയെക്കുറിച്ച് മൊത്തത്തിലുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുകയാണ്. നാഗേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, മാളവികയെ ഒന്ന് ശ്രദ്ധിക്കണം, അവൾ നമ്മളെ ചതിച്ചോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് വലിയ ഭാവവ്യത്യാസമൊന്നും ഇത്രയൊരു വലിയ തോൽവി ഉണ്ടായിട്ടില്ല എന്ന് പറയാം.
അപ്പം നമ്മുടെ ഡേവിഡും പറയുന്നുണ്ട് ശരി തന്നെയാണ്, മാളവികയുടെ മുഖത്ത് അങ്ങനെ ഒരു വലിയ ഭാവ വ്യത്യാസമോ ഒരു വിഷമോ ഒന്നും തോന്നിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു താഴ്ച ഉണ്ടാകുമ്പോൾ അവൾ ടെൻഷൻ അടിക്കേണ്ടതല്ലേ, അതൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അഭി പറയാ അങ്ങനൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. മാളവിക മാത്രമല്ലല്ലോ, നമ്മൾ വിദേശത്തു നിന്ന് വരെയുള്ള ഡിസൈനേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡിസൈൻസ് എടുത്തതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഡേവിഡ് പോകുമ്പോഴേക്കും കാണുകയാണ് മാളവികയും ആദർശും കൂടി സംസാരിക്കുന്നത്. അങ്ങനെ മാളവികയോട് ആദർശ് പറയുന്നുണ്ട് മാളവികയുടെ നീക്കം വളരെ നന്നായി, മാളവികയുടെ ഒറ്റ ഒരാളുടെ ഹെൽപ്പ് കൊണ്ടാണ് നയനയ്ക്ക് ആ ഡിസൈനുകളൊക്കെ നന്നായിട്ട് വരയ്ക്കാൻ പറ്റിയത്. അവരെക്കാളും നല്ല ഡിസൈനുകൾ വരച്ചത് നയന അതുകൊണ്ടാണ്. അതുപോലെ മാളവികയാണെങ്കിലും അവരെ ആ ഡിസൈൻസൊക്കെ നല്ലതാണെന്ന് ബോധിപ്പിച്ച് അങ്ങ് പറ്റിച്ചല്ലോ. എന്തായാലും അത് നേടാൻ സാധിച്ചു. അബിയുടെ മുമ്പിൽ തല ഉയർത്താൻ പറ്റി. ജ്വല്ലറിക്കാർ അനന്തപുരിക്കാരെയും അതുപോലെ മൂർത്തീസ് ജ്വല്ലറിയെയും ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാനായിട്ട് പറ്റി എന്നൊക്കെ പറയാം. അങ്ങനെ പറയുമ്പോൾ മാളവിക പറയുന്നുണ്ട് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റിയ വലിയ സന്തോഷമുണ്ട്. ഇന്ന് നയനാമ്മയുടെ ആ ട്രോഫി എടുത്ത് ഉയർത്തിയപ്പം ഞാൻ ശരിക്കും കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ ട്രോഫി എടുത്ത് ഉയർത്തിയത് പോലെയാണ് എനിക്ക് തോന്നിയത് എന്നൊക്കെ പറയാം. അപ്പോൾ ഇനിയുള്ള കാര്യത്തിലും നന്നായിട്ട് മാളവികയുടെ ഒരു സഹായം വേണം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൈ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് ഓക്കെ, എൻ്റെ എല്ലാ സഹായങ്ങളും ആദർശ് സാറിന് ഉണ്ടാവും എന്ന് പറയാണ്. അങ്ങനത്തെ നമ്മുടെ ഡേവിഡ് കണ്ടിട്ട് വരിക. അപ്പോൾ ഡേവിഡ് നോക്കുമ്പം മാളവികയും ആദർശും കൂടി സംസാരിക്കുകയും കൈ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന കാണുക. അപ്പോൾ ഉടനെ ഡേവിഡ് നാഗേന്ദ്രയെ വിളിക്കുക. നാഗേന്ദ്രയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അത് സാറ് പറഞ്ഞത് നേരാ, ആ മാളവിക അവളെ വിശ്വസിക്കാൻ കൊള്ളില്ല, അവൾ നമ്മളെ ചതിക്കുകയായിരുന്നു എന്ന് പറയാ. അപ്പോൾ ഡേവിഡ് ചോദിക്കുന്നുണ്ട് എന്താ ഇപ്പോൾ പ്രശ്നം, എന്തെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയാം കണ്ടു, ആദർശമായിട്ട് നിന്ന് സംസാരിക്കുന്നത് കണ്ടു, മാത്രവുമല്ല രണ്ടുപേരും കൈ കൊടുത്ത് ഡീൽ ഉറപ്പിക്കുകയായിരുന്നു. ഈ വിജയത്തിൽ ആദർശിനെ അഭിനന്ദിക്കുകയായിരുന്നു മാളവിക. അപ്പോൾ അവൾ നമ്മുടെ കൂടെ നിന്ന് ചതിച്ചതാ, സാറ് പറഞ്ഞത് തെറ്റിയിട്ടില്ല എന്ന് പറയാം. അപ്പം നാഗേന്ദ്ര പറയാം ഈ നാഗേന്ദ്ര പലരെയും കണ്ടതാ, പല ചതികളും കണ്ടതും ചതികൾ നടത്തുകയും ചെയ്തതാ. അതുകൊണ്ട് മാളവിക എന്തായിരിക്കും എന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയാം. അപ്പോൾ അവൾക്കൊരു പണി കൊടുക്കണമല്ലോ ഡേവിഡെ എന്ന് പറയുകയാണ് നാഗേന്ദ്ര. അപ്പോൾ ഡേവിഡ് പറയാണ് സാറ് പറഞ്ഞു എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം, അവളിനി ഈ ഭൂമിക്ക് മേളിൽ ജീവനോടെ ഇരിക്കാൻ പാടില്ല. എത്ര ദിവസങ്ങളായി അവൾ നമ്മുടെ കൂടെ കൂടിയിട്ട് നമ്മുടെ എല്ലാ രഹസ്യങ്ങളും ഒറ്റയെടുത്തിട്ട് അത് മുഴുവൻ മൂർത്തീസ് ജ്വല്ലറിക്കാരെ അറിയിക്കുകയായിരുന്നു. ആ ആദർശിൻ്റെ കയ്യാളവൾ, അങ്ങനെ അവളെ വെറുതെ വിടാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഡേവിഡ്. അപ്പോൾ നാഗേന്ദ്ര പറയാ അതെ, അവളെ വെറുതെ വിടാൻ പറ്റില്ല, അവളെ അങ്ങ് തീർക്കണം. നമ്മളെ ചതിച്ചവരെ ആരും നമ്മൾ ഇതിനു മുമ്പും ജീവനോടെ വച്ചിട്ടില്ലല്ലോ. ഇനിയിപ്പം അങ്ങനെ ഓരോരുത്തരെയായിട്ട് തീർത്ത് വരുന്നതിൻ്റെ ഇടയിൽ അവളും അങ്ങ് പോകണം. ലാസ്റ്റ് ആ അനന്തമൂർത്തിയും ആദർശും എല്ലാവരും തീരണം എന്ന് പറയുക. അപ്പം ഡേവിഡ് പറയാ സാറൊന്നും പേടിക്കേണ്ട, ഞാൻ വേണ്ടതൊക്കെ ചെയ്തോളാം, അവളെ ഞാൻ നമ്മുടെ ഗോഡൗണിൽ എത്തിക്കാമെന്ന് പറയാം. അപ്പം നാഗേന്ദ്ര പറയാ അവിടെ നിൽക്ക്, അവളെ ഗോഡൗണിൽ എത്തിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ അവളുടെ ജീവൻ എടുക്കുന്നത് ഞാനായിരിക്കും എന്ന് പറയാണ് കേട്ടോ. എന്നെ ചതിച്ചവരെ എൻ്റെ കൈ കൊണ്ട് നേരിട്ട് കൊന്ന ചരിത്രമേ എനിക്കുള്ളൂ എന്ന് പറയാം. അപ്പം ഡേവിഡ് പറയുന്നുണ്ട് ശരി, ഞാൻ അഭിസാറിനോട് ഈ കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറയുമ്പോൾ നാഗേന്ദ്ര പറയാം അഭിയോട് ഇത് സംസാരിക്കേണ്ട കാര്യമുണ്ടോ, അവനെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. അവൻ മാളവികയുടെ പുറകെയാണ് ഇപ്പോൾ കുറച്ചായിട്ട്. മാളവികയുടെ കാര്യങ്ങൾ പറയുമ്പം അവന് ഭയങ്കര വിശ്വാസതയാണ്. അവൻ്റെ ആ ഒരു വിശ്വാസം മാളവിക നന്നായിട്ട് മുതലെടുക്കുകയും ചെയ്തു എന്ന് പറയാം. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട് അതുകൊണ്ട് ഈ സത്യങ്ങൾ അഭിസാറിനെ അറിയിക്കുന്നതല്ലേ നല്ലത്, കാരണം മാളവിക നമ്മളെ ചതിച്ചു എന്നുള്ള വിവരം അഭിസാർ അറിയുക തന്നെ ചെയ്യണമെന്ന് പറയാം. അങ്ങനെ ഡേവിഡ് ഓക്കെ പറയാണ് നാഗേന്ദ്ര. അങ്ങനെ ഡേവിഡ് അബിയെ വിളിക്കുകയാണ്. അപ്പോൾ അബിയും നവിയും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അബിക്ക് ഡേവിഡിൻ്റെ കോള് വന്ന് ഡേവിഡിൻ്റെ കോൾ എടുക്കുമ്പോഴേക്കും എന്താ ഡേവിഡേ എന്ന് ചോദിക്കുമ്പം ഈ സംഭവങ്ങളൊക്കെ ഡേവിഡ് പറയുകയാണ്. മാളവിക നമ്മളെ ചതിച്ചു എന്ന് പറയുക. അപ്പോഴും അബി പറയുന്നുണ്ട് തനിക്ക് തോന്നിയതായിരിക്കും എന്ന് പറയാണ്. അപ്പോൾ ഡേവിഡ് പറയാം അങ്ങനൊന്നും അല്ല സാറേ, മാളവിക ചതിച്ചു, ആദർശമായിട്ട് അവൾ സംസാരിക്കുകയും കൈ കൊടുക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന കണ്ടു, അവർ ഈ വിജയം ആഘോഷിക്കുകയായിരുന്നു എന്ന് പറയാണ്. നാഗേന്ദ്ര സാറ്, അതായത് സാറിൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അവളെ അങ്ങ് തീർത്തേക്കാൻ. അപ്പോൾ അവൻ ഞെട്ടിപ്പോവാ, തീർത്തേക്കാനോ, കൊല്ലണോ ഡേവിഡേ എന്ന് ചോദിക്കുക. അപ്പോഴേക്കും ഡേവിഡ് പറയാണ് നാഗേന്ദ്ര സാറിൻ്റെ ചരിത്രം സാറിന് അറിയാൻ മേലാഞ്ഞിട്ടാ, ബിസിനസ്സിലെ പലരെയും കൊന്നും കൊടുത്തും ഒക്കെ തന്നെയാണ് നാഗേന്ദ്ര സാറ് ഇവിടം വരെ എത്തിയത്. നാഗേന്ദ്ര സാറിന് എതിര് നിന്നവരെയെല്ലാം തകർത്തിട്ട് എറിഞ്ഞിട്ടേ ഉള്ളൂ. പല ജീവനുകളും ആ കൈ കൊണ്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾ ഈ മാളവികയെ വെറുതെ വിടുമെന്ന് ഓർക്കുന്നുണ്ടോ? സാറിന് മാളവികയൊന്നും അല്ല, നമ്മുടെ ഗോഡൗണിൽ അവളെ എത്തിക്കുക എന്നുള്ള ഡ്യൂട്ടിയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ഞാൻ നമ്മുടെ പിള്ളേരെ കൊണ്ട് നന്നായിട്ട് അങ്ങ് ചെയ്യിക്കും. അവിടെ എത്തിക്കഴിയുമ്പോൾ സാറ് നേരിട്ടെത്തി അവളുടെ ജീവൻ അങ്ങ് എടുക്കുമെന്ന് പറയാം.
അപ്പം അഭി പറയുന്നുണ്ട്, നടക്കട്ടെ, അങ്ങനെ നമ്മളെ ചതിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് പോകണ്ട. എന്തായിരുന്നു അവളുടെ സംസാരമൊക്കെ. അപ്പോൾ ആദർശനൊപ്പം നിന്ന് നമ്മളെ പറ്റിക്കുകയായിരുന്നു. ഏതായാലും ഞാൻ കൂടി അങ്ങോട്ട് എത്താമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ നവി ഇതെല്ലാം കേട്ടിട്ടിരിക്കുക. അപ്പം നവിക്ക് കാര്യങ്ങൾ പിടികിട്ടുകയാണ്. നവി ചോദിക്കുന്നുണ്ട് എന്താ അഭി എന്നൊക്കെ ചോദിക്കുമ്പോൾ അഭി ഈ വിവരങ്ങളൊക്കെ പറയുക. അപ്പോൾ നവി ചോദിക്കുക, എന്ത് മാളവിക അങ്ങനെ ചെയ്തെന്നോ? മാളവിക നിങ്ങളുടെ വിശ്വസ്തയല്ലായിരുന്നോ? നിങ്ങൾ തന്നെ റിക്രൂട്ട് ചെയ്ത ആളല്ലായിരുന്നോ? ഡേവിഡിൻ്റെ ആളല്ലായിരുന്നോ എന്ന് ചോദിക്കുക. അതെ, ഡേവിഡ് റിക്രൂട്ട് ചെയ്തതൊക്കെയാണ്. പക്ഷേ മാളവിക ആദർശിൻ്റെ ആളായിരുന്നു. ആദർശ് അവളെ സ്പൈ വർക്കിനായിട്ട് നമ്മുടെ കമ്പനിയിലേക്ക് വിട്ടതാണെന്ന് പറയാണ്. ഇത് എന്തായാലും ഡേവിഡ് അയാളെ തീർക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറയുക. അപ്പോൾ ഉടനെ ചോദിക്കുന്നുണ്ട്, നവ്യ കുറച്ച് നാഗേന്ദ്രയുടെ കാര്യങ്ങളൊക്കെ കേട്ട് കേട്ടോ. അപ്പോൾ നവ്യ ചോദിക്കുക, അത് ആരാ വേറൊരാളെ കുറിച്ച് എന്തോ നിങ്ങൾ സംസാരിക്കുന്ന കേട്ടല്ലോ എന്ന് പറയുക. അപ്പോൾ അഭി പറയാം, വേറെ ആരെക്കുറിച്ചും പറഞ്ഞില്ല. ഞാനും അതുപോലെ തന്നെ ഡേവിഡും മാളവികയെ ഒന്ന് കാണണം, അവളോടൊന്ന് സംസാരിക്കാനുണ്ട്, ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്, അങ്ങനെ വെറുതെ വിടാനും പറ്റില്ലല്ലോ എന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ നവി ചോദിക്കുക, അവളെ നിങ്ങൾ ഉപദ്രവിക്കുമോ, അവളെ നിങ്ങൾ കൊല്ലാനോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ അഭി പറയുന്നുണ്ട്, കൊല്ലൊന്നുമില്ല, അങ്ങനെ കൊന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ വെറുതെ ജീവിക്കാൻ പറ്റുമോ? അവളോട് കുറച്ച് കണക്ക് തീർക്കാനുണ്ട്. ഇനിയിപ്പം കൊല്ലണോ വേണ്ടയോ എന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ അങ്ങ് തീരുമാനിക്കും. അങ്ങനെയാണ് തീരുമാനമെങ്കിൽ അത് ഞങ്ങളങ്ങ് അനുസരിക്കും എന്ന് പറയുക. അപ്പം നവി ചോദിക്കുക, അപ്പോൾ വേറെ ആരാ ഇതിൻ്റെ പിന്നിലുള്ളത്? അബി, നീ സത്യം പറ, ഇനി ആരെങ്കിലും ഉണ്ടോ ഈ ജ്വല്ലറിക്ക് പിന്നിൽ? നീയും ഡേവിഡും ഒക്കെ അല്ലാതെ അവരാരെങ്കിലും ആണോ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്? ഇതിനു മുമ്പും നിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ ചിലതൊക്കെ കേൾക്കാൻ പറ്റി. ഇപ്പോഴും അതുപോലൊക്കെ ചിലത് അറിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറയാം. അപ്പോഴേക്കും ഉടനെ അഭി പറയേ, അതൊന്നുമില്ല, അല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിന്നെ ഞാൻ സമയമാകുമ്പോൾ അറിയിക്കാം. ഇപ്പം നീ ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പോകണ്ട, നീ ഇവിടുന്ന് വീട്ടിലേക്ക് പോയിക്കോ, എനിക്ക് ഒരിടം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞ് അഭി അവിടുന്ന് നേരെ പോവാണ്. ആ സമയത്ത് നവ്യ അവിടെ നിന്ന് ഇറങ്ങുക. നവ്യ ഇറങ്ങിയിട്ട് നവ്യ നേരെ പോയി നവ്യയുടെ ഫ്രണ്ടിനെ വിളിച്ച് വരുത്തുക. അപ്പോൾ ഫ്രണ്ട് വരുന്നുണ്ട്. ഫ്രണ്ട് ചോദിക്കുക വന്നിട്ട്, എന്താടി വിളിച്ചത്? ആ ഒരു ഡീല്, ആ ഒരു അവാർഡ് നയനയ്ക്ക് തന്നെ കിട്ടിയില്ലേ? മൂർത്തീസ് ജ്വല്ലറിക്ക് തന്നെ കിട്ടിയില്ലേ? നമ്മളെല്ലാം കൂടി കളിച്ചിട്ടല്ലേ അത് കിട്ടിയത്. വളരെയധികം സന്തോഷമുണ്ട്. നിൻ്റെ റോള് വളരെ നന്നായിട്ട് നീ ചെയ്യുന്നുണ്ടെന്ന് പറയുക. അതിൻ്റെ ട്രീറ്റ് തരാനാണോ വിളിച്ചതെന്ന് ചോദിക്കുക. ഇപ്പം നവ്യ പറയുന്നുണ്ട്, അല്ല അതിലൊക്കെ സന്തോഷമുണ്ട്, അതിന് ട്രീറ്റൊക്കെ ഞാൻ തരാം, എന്തായാലും അതിൻ്റെ ട്രീറ്റ് തരാം, പക്ഷെ നീ ഇപ്പം എനിക്കൊരു ഉപകാരം ചെയ്യണമെന്ന് പറയാം. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്ത് ഉപകാരമാണ് ചെയ്യേണ്ടത്, അതുകൂടെ പറ എന്ന് പറയുകയാണേ. അപ്പോൾ പറയുന്നുണ്ട്, ഇന്നതുപോലെ ഒരു സംഗതിയുണ്ട്, ആ മാളവികയെ തീർക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഡേവിഡും അബിയൊക്കെ. പക്ഷേ ഇതിൻ്റെ പിന്നിൽ വേറൊരാൾ കൂടിയുണ്ട്. അവർ ആ ഗോഡൗണിലേക്ക് ഇപ്പോൾ മാളവികയെ തട്ടിക്കൊണ്ട് പോകും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ അവർ വധിക്കും, ഉറപ്പാണ്, അവളെ തീർക്കും. അതങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന് പറയാം. അപ്പോൾ കൂട്ടുകാർ പറയും, അയ്യോ എന്തൊക്കെയാണ് കേൾക്കുന്നത്, നമ്മൾ എന്തെല്ലാം വലിയ പ്രശ്നങ്ങളിലാണ് ഈ ചെന്ന് ചാടുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, അതെ നീ ഒരു ഉപകാരം കൂടെ ചെയ്യണം, ഈ വിവരം ആദർശേട്ടനെ അറിയിക്കണം. നീ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ആദർശേട്ടനെ വിളിച്ച് ഈ വിവരം പറയണം. ആദർശേട്ടൻ എങ്ങനെയെങ്കിലും ചെന്ന് അവളെ രക്ഷിച്ചോളൂ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ശരിയെന്ന് പറയാം. അങ്ങനെ ഈ പറയുന്ന പെൺകുട്ടി വിളിക്കുകയാണ്, ആദർശനെ വിളിച്ച് കാര്യങ്ങൾ പറയുകയാണേ. ഇതുപോലെ തന്നെ ആ മാളവികയെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെന്നും ഇന്ന സ്ഥലത്തേക്കാണ് കൊണ്ടുപോയിരിക്കുന്നതെന്നും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചെല്ലണം, ഇല്ലെങ്കിൽ അവളുടെ ജീവന് വരെ ആപത്താണ് എന്നുള്ള കാര്യമൊക്കെ വിളിച്ച് പറയുകയാണ്. ആ സമയത്ത് നമ്മുടെ മാളവികയെ തട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. തട്ടിക്കൊണ്ട് പോയി ഗോഡൗണിൽ കൊണ്ടിടും. അപ്പോൾ മാളവിക ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ ബോസ് പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്, ഞങ്ങളുടെ ബോസ് ഇപ്പം ഇങ്ങോട്ട് എത്തും, അതോടുകൂടി ഇതിനൊക്കെ തീരുമാനമാകും എന്ന് പറയണ്. അപ്പം മാളവികയ്ക്ക് കാര്യം മനസ്സിലാവുന്നില്ല. അല്ല എന്ത് ചെയ്തിട്ടാണ് എന്നെ ഇപ്പം ഇങ്ങോട്ട് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, അത് ഞങ്ങൾക്കറിയില്ല, ബോസ് വരട്ടെ എന്ന് പറയാം. അപ്പോഴേക്കും നമ്മുടെ ഡേവിഡും അബിയും ഒക്കെ എത്തുന്നുണ്ട് കേട്ടോ. അവരെ കാണുമ്പോൾ മാളവികയ്ക്ക് കാര്യം പിടികിട്ടുക. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, മോളെ നീ ഞങ്ങളെ ചതിക്കുകയായിരുന്നല്ലേ, അല്ല ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്ന് കാണിച്ചിട്ട് ആ ആദർശൻ്റെ കൂടെയായിരുന്നല്ലേ നീ. അങ്ങനെയുള്ള നിന്നെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. ഈ ഒരു ഡീലും ഇതിനു മുമ്പത്തെ ഡീലും എല്ലാം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നീ കാരണമാണല്ലേ എന്ന് ഡേവിഡ് ചോദിക്കുക. അപ്പം മനസ്സിലാവുന്നുണ്ട് മാളവികയ്ക്ക് കാര്യം കേട്ടോ. മാളവിക പേടിച്ച് വിറച്ചിട്ട് മാളവിക പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഒന്നും ചെയ്യരുത്, ആദർശ സാറിനോട് എനിക്ക് കടപ്പാടുണ്ടായിരുന്നു, ഞങ്ങൾ മൂർത്തീസ് ജ്വല്ലറിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്, അങ്ങനെ ഞങ്ങൾക്ക് അവർ ചെയ്ത ഉപകാരങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റുന്നതല്ല, അതുകൊണ്ട് ഞാൻ സഹായിക്കേണ്ടി വന്നെന്ന് പറയുമ്പം അബി പറയാണ്, അപ്പം നീ അവിടെ നിന്നിട്ട് ഞങ്ങളെ ചതിച്ച് നിന്നെ ജീവനോടെ വച്ചേക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഒരാൾ നിന്നെ കാണാൻ വരുന്നുണ്ട്, അയാളെ കാണുമ്പം നീ ഞെട്ടിപ്പോവും, അയാൾ ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതെന്ന് പറയുകയാണേ. അതാരാ അയാളെന്ന് ചോദിക്കുക അപ്പം മാളവിക. അപ്പോഴേക്കും നമ്മുടെ നാഗേന്ദ്ര അവിടെ എത്തുക.
നാഗേന്ദ്ര എത്തിയിട്ട് മാളവിയെ കൊല്ലാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതാരാന്ന് മാളവിക ചോദിക്കുമ്പം നാഗേന്ദ്ര പറയാണ്, അത് ഞാനടി, നാഗേന്ദ്ര എന്നായി എൻ്റെ പേര്. നിനക്ക് എന്നെ അറിയില്ലായിരിക്കും. അല്ല, നിനക്ക് എന്നെ അറിയേണ്ട കാര്യവുമില്ല. പക്ഷേ നിന്റെ ബോസ് ഉണ്ടല്ലോ, നിന്റെ ബോസ് ആദർശ് തേടിക്കൊണ്ടിരിക്കുന്ന ആൾ ഞാനടി. ഒരാൾ ജ്വല്ലറിക്ക് പിറകിലുണ്ടെന്നും അതാരാണെന്ന് കണ്ടുപിടിക്കാനും നിന്റെ ആദർശ് സാറ് നടക്കല്ലേ. അത് ഈ ഞാനാ, നാഗേന്ദ്ര. മനസ്സിലാക്കി വച്ചോടി. നിന്റെ കാലനാടി ഞാൻ. നീ ഞങ്ങളെ ചതിക്കുകയായിരുന്നല്ലേ. ഈ നാഗേന്ദ്രയെ ചതിച്ചവരാരും ഇന്ന് ഭൂമിയിലില്ല. അങ്ങനെയുള്ളിടത്ത് നീയും ഈ ഭൂമിയിൽ വേണ്ട. ഇത്രയും നാളും കൂടെ നിന്ന് ചതിച്ചതിനുള്ള സമ്മാനം ഞാൻ അങ്ങ് നേരിട്ട് തരാമെന്ന് പറയുമ്പം മാളവിക ഞെട്ടിപ്പോവാ കേട്ടോ. മാളവിക ഇപ്പം കൊല്ലുമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോഴേക്ക് ഈ കറക്റ്റ് സമയത്ത് നമ്മുടെ ആദർശ് അവിടെ എത്തുകയാണ്. ആദർശ് എത്തി അകത്തേക്ക് കയറി വരുമ്പോഴേ നാഗേന്ദ്രയെന്ന് വിളിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും പെട്ടെന്ന് നാഗേന്ദ്ര തിരിഞ്ഞു നോക്കുമ്പോൾ ആദർശിനെ കണ്ട് ആകെപ്പാടെ ഞെട്ടി വെപ്രാളമാകുമ്പോഴേക്കും കുത്തിന് പിടിക്കുക ആദർശ് നാഗേന്ദ്രയുടെ. എന്നിട്ട് ചോദിക്കുക, എന്താടാ നീ ഇവളെ കൊല്ലാനുള്ള പണിയാണോ നിനക്ക്? നീ ആരാണെന്ന് എനിക്കറിയില്ലെന്നല്ലേ നീ വിചാരിച്ചത്? ഞാൻ തേടി നടന്നത് നിന്നെ തന്നെയാടാ. നിന്നെക്കുറിച്ച് എല്ലാ വിവരങ്ങളും ഞാൻ അറിഞ്ഞിരുന്നു. നിന്റെ അടുത്ത് വരെ എത്തി. പിന്നെ ജ്വല്ലറിക്ക് പിന്നിൽ നീയാണോ എന്നുള്ള കാര്യം സത്യമായിട്ട് അറിയേണ്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ കാത്തിരുന്നത്. നിന്നെ നേരിട്ട് കണ്ട് എനിക്ക് വലിയ പരിചയമൊന്നുമില്ലല്ലോ. ഇപ്പം മനസ്സിലായി. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. നീ ചതിക്കാനിരിക്കുന്ന ആ മനുഷ്യനുണ്ടല്ലോ, അനന്തമൂർത്തി, അദ്ദേഹത്തിന് നിന്നെക്കുറിച്ച് എല്ലാ വിവരങ്ങളും അറിയാം. എന്നിട്ടും തിരിച്ചൊന്നും പ്രവർത്തിക്കാതെ എൻ്റെ മുത്തശ്ശൻ ഇരിക്കുകയാണെന്നാണോ നീ വിചാരിച്ചത്? മുത്തശ്ശൻ നിന്നെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എടുത്ത് കഴിഞ്ഞതാടാ. നിന്നോട് ദയവ് കൊണ്ടാടാ ഇപ്പോഴും നിന്നോട് മിണ്ടാതിരുന്നത്. എന്നൊക്കെ പറയുമ്പോൾ കുതിറി ഓടുവാണ് നാഗേന്ദ്ര അവിടെ നിന്ന് കേട്ടോ. ആദർശിനെ തട്ടിയിട്ടിട്ട് കുതിറി ഓടി വണ്ടിയെടുത്ത് അവിടെ നിന്ന് സ്ഥലം വിടാനുള്ള പുറപ്പാടാണേ. ആ വണ്ടിയുടെ മുമ്പിലടി ചെല്ലുമ്പം ആദർശ് അങ്ങോട്ട് ചെന്ന് പിന്നെയും തടഞ്ഞു നിർത്തി കുത്തിരി പിടിക്കുക. ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ഡേവിഡും അബിയൊക്കെ നിൽപ്പുണ്ട്. അവർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആദർശ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. എന്നിട്ട് നാഗേന്ദ്രയെ പിടിച്ച് 4 എണ്ണം പൊട്ടിക്കുന്നുണ്ട് ആദർശ്. നാഗേന്ദ്രയുടെ മുഖമൊക്കെ അങ്ങ് വീങ്ങി വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത്രയും നാൾ നീ കാത്തിരുന്ന അനന്തപുരിയെയും അതുപോലെ മൂർത്തീസ് ജ്വല്ലറിയെയും തകർക്കാനാണോ? നീ അത് വിചാരിച്ചാൽ നടക്കില്ലടാ. എത്ര ജന്മം എടുത്താലും നീ എത്ര പേരെ കൊന്ന് തള്ളിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും മൂർത്തീസ് ജ്വല്ലറിയെയും അനന്തമൂർത്തിയെയും തോപ്പിക്കാൻ നിനക്കാവില്ല. അനന്തമൂർത്തി ഉണ്ടല്ലോ, ഞങ്ങളുടെ മുത്തശ്ശൻ്റെ രോമത്തെ പോലും തൊടാൻ നിനക്ക് പറ്റില്ല. അനന്തമൂർത്തിയെ അങ്ങ് തീർത്ത് കളയുമെന്നാണല്ലോ നീ പറഞ്ഞത്. എടാ, പണ്ട് ചെയ്തു കൂട്ടിയ ദുഷ്ടതരത്തിൻ്റെ ഫലം അന്ന് അനുഭവിച്ചു. എന്നിട്ട് ഇപ്പോൾ അതിന് പകരം വീട്ടാൻ ഇറങ്ങിയിരിക്കുന്നു. ഇതിനു മുമ്പ് എന്തെങ്കിലും ഒരു മാന്യത നീ കാണിച്ചിട്ടുണ്ടോടാ? ഈ നിൽക്കുന്നവനുണ്ടല്ലോ അഭി, അവനെ നീ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. 2 മക്കളുണ്ടായിട്ടും ജീവനോടെ ഉണ്ടോ എന്ന് പോലും നീ അന്വേഷിച്ചിട്ടുണ്ടോ? എന്നിട്ടിപ്പം എവിടെ നോക്കിയോ കട്ടുവാരി കുറേ സ്വത്തുണ്ടാക്കിയിട്ട് വന്നിരിക്കുന്നു മക്കളെ സ്നേഹിക്കാനും പകരം വിട്ടാനും അല്ലേടാ എന്ന് ചോദിച്ചു കൊടുക്കുക. അങ്ങനെ കൊടുത്ത് വണ്ടിയിലേക്ക് പിടിച്ച് കയറ്റുവാണ് ആദർശ്. നീ വാ, നീ ഒരിടം വരെ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ് മുത്തശ്ശൻ്റെ അടുത്തോട്ട് കേട്ടോ. അബിയെ ആ കൂടെ ആദർശ് വലിച്ചു കയറ്റി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനന്തപുരിയിൽ എത്തിക്കുകയാണ് നാഗേന്ദ്രയും അബിയെയും. അപ്പോൾ അബിയ ആകെപ്പാടെ ജാളിതയിലാണ് കേട്ടോ. അബിയുടെ കാര്യം കട്ടപ്പുകയാകുവാണ്. അപ്പോൾ മുത്തശ്ശൻ്റെ മുന്നിൽ കൊണ്ട് നിർത്താം. മുത്തശ്ശൻ ഇറങ്ങി വരികയാണ്. അപ്പോഴേക്കും നാഗേന്ദ്രയെ അബിയെ അവിടെ കൊണ്ട് നിർത്തുന്നുണ്ട് ആദർശ്. എന്നിട്ട് മുത്തശ്ശനോട് പറയാം, മുത്തശ്ശ, ഞാൻ തിരഞ്ഞ ആൾ ഇതാണ്, നമ്മുടെ യഥാർത്ഥ ശത്രു. മുത്തശ്ശൻ അറിയില്ലെന്ന് ചോദിക്കുക. അപ്പം ജലജ അങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ ജലജയുടെ ഭർത്താവ് നിൽക്കുന്നു. ജലജ ഇങ്ങനെ മനസ്സിലായി ചോദിക്കുക, ഇതാരാ? അന്നേരം ജലജ ഉടനെ അബിയുടെ അടുത്ത് വന്നിട്ട് പറയാം, എടാ, ഇത് നിൻ്റെ അച്ഛനല്ലേ? നീ അച്ഛനുമായിട്ട് കൂട്ടായിരുന്നോ? എന്നിട്ട് നീ ഈ വിവരമൊന്നും പറഞ്ഞില്ലല്ലോടാ. നീ എന്നോട് പോലും ഇതെല്ലാം മറച്ചു വെച്ചല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അബിയൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ അങ്ങോട്ട് വന്ന് മുത്തശ്ശൻ വന്നേച്ച് നാഗേന്ദ്രയുടെ മുന്നിലേക്ക് നേച്ച് പറയുക, എടാ നാഗേന്ദ്രൻ, നീ എന്താ വിചാരിച്ച ഈ അനന്തമൂർത്തിയെക്കുറിച്ച്? നീ ഇവിടെ വന്ന് എന്തെങ്കിലും അങ്ങ് കളിച്ചു കഴിഞ്ഞാൽ എൻ്റെ സാമ്രാജ്യം തകർക്കാമെന്നാണോ? അനന്തപുരിയെയും മൂർത്തീസ് ജ്വല്ലറിയെയും ഇല്ലാതാക്കാമെന്നാണോ? അതൊക്കെ നിന്റെ സ്വപ്നങ്ങൾ മാത്രമാണ്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. നീ മനസ്സിലാക്കിക്കോ. എൻ്റെ കൊച്ചുമക്കളുണ്ടല്ലോ, അവരെല്ലാ കാര്യങ്ങളും വേണ്ട പോലെ നോക്കിക്കണ്ട് ചെയ്യുന്നവരാണ്. നീ വിചാരിച്ചാൽ ഇതിലൊന്നും സാധിക്കുന്നില്ലല്ലോ ദ്രോഹി എന്ന് പറയാൻ കേട്ടോ. അവന്തിക അവിടെ നിൽപ്പുണ്ട്. അവന്തികയുടെ മനസ്സിൽ നല്ല ടെൻഷനാണ്. കാരണം അച്ഛന് നല്ല പണിയാണല്ലോ കിട്ടിയിരിക്കുന്നത്. പക്ഷേ അവന്തികയ്ക്ക് അച്ഛനെ അറിയാൻ പാടില്ല എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ അതേസമയം മുത്തശ്ശന് മനസ്സിലായിരിക്കുകയാണല്ലോ ആബിക്ക് അറിയാമെന്നുള്ള കാര്യം. അബിയുടെ നേരെ തിരിയാണ് മുത്തശ്ശൻ. എന്നിട്ട് പറയുന്നുണ്ട്, എടാ അബി, നീ ഇവിടെ നിന്നുകൊണ്ട് നീ അച്ഛൻ്റെ കൂടെ കളിക്കുകയായിരുന്നല്ലേ? നീ എന്താ വിചാരിച്ചത്? നിൻ്റെ അച്ഛൻ്റെ കൂടെ നിന്നിട്ട് ഞങ്ങളെ ചതിച്ചങ്ങ് ഇല്ലാതാക്കാമെന്നോ? ഇവിടെ നിന്ന് ഇത്രയും നാൾ നിന്നെ സപ്പോർട്ട് ചെയ്ത് ഈ കുടുംബത്തിനെ ഇല്ലാതാക്കിയിട്ട് നീ നിൻ്റെ അച്ഛൻ്റെ കൂടെ നിൽക്കുക അല്ലേ?
നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോഴേ ഈ കുടുംബത്തിലാണ് ജീവിച്ചത്. നിന്റെ അച്ഛൻ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. എന്നിട്ട് ഇവിടെ എവിടെയോ പോയി കുറേ കള്ളപ്പണമൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിട്ട് അനന്തപുരിയെ മൂർത്തീസ് ജ്വല്ലറി അനന്തമൂർത്തിയൊക്കെ അങ്ങ് തീർക്കാൻ നോക്കി ഇരിക്കുകയായിരുന്നു ദേ ഇവനെ ഉണ്ടല്ലോ, ഇവനെ ഞാൻ ജീവനോടെ വച്ചേക്കാലെന്ന് പറഞ്ഞ് നാഗേന്ദ്രയ്ക്കിട്ട് കൊടുക്കുക. എന്നിട്ട് അബിക്കിട്ട് കൊടുക്കുന്നുണ്ട് മുത്തശ്ശൻ. അബിയുടെ കുത്തിന് പിടിക്കുക മുത്തശ്ശൻ. എന്നിട്ട് പറയുന്നുണ്ട്, എടാ അബി, ഈ ചതി ചെയ്ത നീ ഈ വീട്ടിൽ നിൽക്കില്ല. നീ ഇനി നിന്റെ അച്ഛൻ്റെ കൂടെ പോയി കോടീശ്വരനായ അച്ഛൻ്റെ കൂടെ അങ്ങ് ജീവിച്ചാൽ മതി. ഈ അനന്തപുരിയിൽ ഇനി നിനക്ക് സ്ഥാനമില്ല. എൻ്റെ വീട്ടിൽ നീ ഇനി ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ തന്നെ ഇവിടുന്ന് ഇറങ്ങിക്കോണമെന്ന് പറഞ്ഞ് അവിയെ കുത്തിന് പിടിച്ച് മുത്തച്ഛൻ ഇറക്കി വിടുന്നുണ്ട് കേട്ടോ. ജലജയും അവന്തികയും നവിയൊക്കെ ഇത് കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നവിക്കും കഥകളൊക്കെ അപ്പോഴാണ് പിടികിട്ടുന്നത്. അങ്ങനെ നല്ല അടിപൊളി എപ്പിസോഡുകൾ വരാനായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്